കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 3 അതിൻ്റെ 6-ാമത് വാക്യം: എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. 3-ാം സങ്കീർത്തനം സ്തോത്രം അബ്ശലോമിന്റെ മുമ്പിൽ നിന്ന് ദാവീദ് ഓടിപ്പോകുമ്പോൾ രചിക്കപ്പെട്ട പാടിയ ഒരു സങ്കീർത്തനമാണ് 3-ാമത്തെ സങ്കീർത്തനം. ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ വിടുതൽ, ദൈവം എങ്ങനെയാണ് ഒരു ദൈവമനുഷ്യൻ രക്ഷിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ വിശദീകരിക്കപ്പെടുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് 3-ാമത്തെ സങ്കീർത്തനം. ഇവിടെ നമ്മൾ 6-ാം വാക്യം വായിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ട് നമ്മൾ ഭയപ്പെടാതിരിക്കണം? അത് അതിൻ്റെ മുമ്പിലത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്താണ് 5-ാം വാക്യം പറയുന്നത്? ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടെന്നുള്ള ഒരു വാക്കുകൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയാൽ അത് സ്തോത്രം. എനിക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനത്തെ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്നെ ഉറങ്ങുമ്പോൾ എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര തന്നെ ശത്രുക്കൾ എനിക്കെതിരെ കയറി വന്നാൽ അത് മാനുഷികമാകാം, അമാനുഷികമാകാം, ദൃശ്യമാകാം, അദൃശ്യ വ്യാപാരങ്ങളാകാം. അത് സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അത് സ്തോത്രം ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വേണ്ടി സ്തോത്രം ഹല്ലേലൂയ നമുക്കെതിരെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കുക: നമ്മെ താങ്ങുന്ന ഒരു ദൈവം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദാവീദിന്റെ മകനായ അബ്ശലോം ദാവീദിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി ദാവീദിന്റെ സ്വന്തം പിതാവിനെ രാജസ്ഥാനത്ത് നീക്കിക്കളയുവാൻ തക്കവണ്ണമുള്ള പദ്ധതികൾ അത് അബ്ശലോമിന്റെ ഹൃദയത്തിനകത്ത് മെനയപ്പെടുമ്പോൾ അതിനോട് മത്സരിപ്പാനോ ഇല്ലെങ്കിൽ അതിനോട് യുദ്ധം ചെയ്യാനോ ആരും തയ്യാറായില്ല. ദാവീദ് തയ്യാറായില്ല. പകരം ആ സ്ഥലത്ത് നിന്ന് ഓടി മറിയുന്ന സ്തോത്രം ദാവീദിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതാണ് ദാവീദ് പറഞ്ഞത്: യഹോവ എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു എന്ന് പറയത്തക്ക രീതിയിൽ ശത്രു മണ്ഡലം കുടുംബത്തിനകത്തു നിന്ന് പോലും അത് സ്തോത്രം ദാവീദിനെതിരെ ഉയർന്നു വന്നില്ലെങ്കിൽ സ്വന്തം രക്തത്തിൽ പിറന്ന തലമുറ പോലും ദാവീദിനെതിരെ നിൽക്കുമ്പോൾ ദാവീദ് പറയുന്ന എന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്, എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമുള്ളത് കൊണ്ട് അബ്ശലോമല്ല, 1000 ജനങ്ങൾ എനിക്കെതിരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. അതാണ് ദൈവത്തിന്റെ അനുകൂലത നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമ്പോൾ, ദൈവത്തിന്റെ സ്തോത്രം പദ്ധതി, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് അനുകൂലമാകുമ്പോൾ അത് നമ്മെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. ബൈബിൾ പറയുന്നു, അത് നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. അതുകൊണ്ട് താങ്ങുന്ന ദൈവത്തെ വിശ്വസിക്കുക, ആ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക, മുന്നോട്ട് പോവുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടവരുത്തി സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരിലേക്കും ഇത് അനുഗ്രഹമായി ഭവിക്കട്ടെ. അവരുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. അവരുടെ വിഷയങ്ങളുടെ മേൽ ഇത് വിടുതലാകട്ടെ. താങ്ങുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തിൽ പിന്നെ അവർക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ അനേകായിരങ്ങളിലേക്ക് ഈ മെസ്സേജ് എത്തിച്ചേരുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.